ധാവണി പുതിയതാ ജാനി? സുന്ദരിയായിട്ടുണ്ട്. ഞാൻ അല്ലേലും സുന്ദരിയാ, ധാവണിയിട്ടൊന്നുമില്ല. തൊട്ട് കരി പറ്റിക്കണ്ട. കോലം കണ്ടില്ലേ? ഈ ഉടുപ്പെങ്കിലൊന്നും മാറിയിട്ട് വരായിരുന്നില്ലേ? നാളെ പിറന്നാളല്ലേ, പിറന്നാൾ സമ്മാനം തരാൻ വരുമ്പോ കണ്ടോ. നിന്റെ അച്ഛന്റെ കാറ് നന്നാക്കാൻ ഇതൊക്കെ മതി. എന്താ സമ്മാനം? അതൊക്കെയുണ്ട്. ഇന്ന് രാത്രി ഞാനും കൊണ്ടുതരാം. അയ്യടാ, രാത്രിയിലുള്ള സമ്മാനം അങ്ങ് കയ്യിൽ വെച്ചാ മതി. ഞാനും ഇറങ്ങി വരില്ല. അതെ, ഞാൻ എന്തായാലും ഇന്ന് രാത്രിയിൽ അങ്ങ് വരും. സമ്മാനം തരുകയും ചെയ്യും. നടന്നു തന്നെ. എടാ പീലി, ആ ഏത്തവാഴയുടെ തല തിന്നത് ഇന്നെങ്കിലും എന്നെ കുറുക്കി കെട്ടണം കേട്ടോ. ഞാൻ വന്ന് നോക്കുന്നുണ്ടേ. ഞാൻ നോക്കിയാലേ കെട്ടത്തുള്ളൂ. ഇന്നലെ കെട്ടാൻ പോകണ്ടല്ലേ. നിന്റെ നോട്ടമൊക്കെ എനിക്കറിയാം. കിട്ടി കിട്ടി, കയ്യോടെ ഇങ്ങ് കൊണ്ടുപോകുന്നു. കാണാൻ കിട്ടുന്നില്ലല്ലോടാ വെങ്കിടി നിന്നെ. ആളയച്ച് വിളിപ്പിച്ചാലേ ഇങ്ങോട്ടൊക്കെ വരുമെന്നായോ? പല പണിയല്ലേ, സമയം കിട്ടാറില്ല. ഇന്നിരെ എന്തിയേ? അവളെയും കണ്ടിട്ട് ഒത്തിരിയായി. ഞാൻ പറഞ്ഞതാ അവധിക്ക് ഇവളെയും കൂടെ വിളിച്ചാ ക്ലാസ്സിൽ കൊണ്ടിരുത്തണോന്ന്. അങ്ങനെയും കുറച്ചു നേരം അടങ്ങിയിരിക്കുമല്ലോ. അവധിക്ക് പിള്ളേരുണ്ട്, രാവിലെ മുതൽ ക്ലാസ്സാ. ഞാൻ പറയാം. അവധിക്കാലായാലേ പിള്ളേര് കളിച്ചു നടക്കണം. അതിനിടയിൽ ഒരു പാട്ട് ക്ലാസ്. നീ എങ്ങും പോണ്ടാടി. ഈ അമ്മയെ ഇവളെ വഷളാക്കുന്നേ. ഇതാ അപ്പുറത്ത് നിന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. അങ്ങോട്ടിയല്ലേ? ആ വന്നല്ലോ. ഞാൻ ഇത് ഉന്തിത്തള്ളി അങ്ങോട്ട് വരാനാണോ നീ ഇത്രയും താമസിച്ച്? എന്നാ കീ പിടിച്ചോ, കോടതി പോകാനുള്ളതാ, പെട്ടെന്നാട്ടെ. എന്റെ പൊന്നു വക്കീലേ, ഇതൊക്കെ അറിയാവുന്ന ഒരു ചേച്ചൂടെ? അല്ല വേറെ ആരും കിട്ടില്ലേ? ഇവൻ ഇതുപോലെ പിടിയുണ്ടോ? ഉണ്ടോന്നോ? പഠിപ്പൊക്കെ നിർത്തി അമ്മാവിനിപ്പോ മരുമോന്റെ കൈക്കാരനെ പിന്നെ വർഷം. അതെ അതെ, അവര് പണിയൊക്കെ നല്ലോണം അറിയാം. വർഷങ്ങൾ നല്ല വളർന്നത്. നീ ചുമ്മാ കുറിക്കൽ പറയണം. അവന്റെ പണിയൊക്കെ കൊള്ളായിരിക്കും, പിഴക്കും കാണും. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. നസ്രാണിക്ക് നായരിലുണ്ടായതല്ലയോ സങ്കരജാതിയുടെ വീര്യം? അല്ല അതെന്താ? ജെയിംസ് മരിച്ചപ്പോ അവന്റെ അമ്മയുടെ പിന്നാലെ നീയും കുറെ നടന്നതല്ലേ? ആട്ട് ചില്ലറയല്ലല്ലോ കേട്ടത്. എന്നിട്ടും വിടാൻ ഭാവമില്ല. ഈ പൊട്ടൻ ചെറുക്കനെ പറ്റില്ലായിരുന്നെങ്കിൽ അവളിപ്പോ എന്റെ വീട്ടിൽ നിന്നേനെ. അവക്ക് പോയി. അല്ല അതെന്താ? അതെ അതെ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയല്ലോ, പിന്നെ എങ്ങനെയാ പറയണ്ടത്? പിന്നെ നീ ഇവിടെ വാ, ഞാനൊരു പത്രം മേടിച്ചു കൊടുത്തത്. നീ സ്റ്റുഡിയോയിലോട്ട് എന്തായിരുന്നടാ പ്രശ്നം? അത് പ്ലാറ്റിനം പോയിന്റ് ക്ലാവ് പിടിച്ചാ, പിന്നെ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തു. ഞാൻ ഇറങ്ങട്ടെ, കീ വണ്ടിയിലുണ്ട്. ആ ഞാൻ മുരുകനെ കണ്ടോളാം. ആ ചാടിക്കോ, ഞാൻ പിടിച്ചോളാം. അങ്ങനെ തൊടലും പിടിക്കലൊന്നും വേണ്ട. ദൈവമേ, ആരെങ്കിലും ഒക്കെ കണ്ടോ? ഈ നട്ടപ്പാതിരേക്ക് ആര് കാണാൻ? സൈക്കിൾ ചവിട്ടിങ് ഇറങ്ങിക്കും. ഈശ്വരാ, എന്റെ കൈയൊക്കെ ഉറഞ്ഞു. എവിടെ എന്റെ സമ്മാനം? പറ്റിക്കാനാണോ വിളിച്ചിറക്കിയേ? സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അത് വേറൊരിടത്തിരിക്കുക. നമുക്ക് ഒരുമിച്ച് പോയെടുക്കാം. വാ കേറിക്കോ. ആഹാ, ഞാനെങ്ങും വരുന്നില്ല, ഞാൻ തിരിച്ചു പോവാ. കേറ്. ഇതെന്തിനാ കണ്ണു വെട്ടുന്നേ? എന്തായാലും ഇരുട്ടല്ലേ, കാണാനൊന്നുമില്ലല്ലോ. കാണാനൊന്നുമില്ലാന്ന് വെച്ചിട്ട് കണ്ണു വെട്ടണോ? എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. ഇതെങ്ങോട്ടേ കൊണ്ടുവന്നേ? ഇതെവിടാ? ഞാൻ ഇത് അഴിക്കാൻ പോവാ. അഴിക്കില്ലേ, ഇപ്പൊ അഴിക്കാം. ഞാൻ അഴിച്ചുതരാം. വാ, ഇവിടെ നിൽക്ക്.